അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഖത്തറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചെടുത്ത് നമ്മളത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ മെട്രോയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തർ മെട്രോ അല്ലെങ്കിൽ ദോഹയിലെ മെട്രോ ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികവും വേഗതയേറിയതുമായ ഡ്രൈവർ രഹിത മെട്രോ ശൃംഖലകളിൽ ഒന്നാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഇത് നമ്മുടെ ഭൂമിക്കടിയിലാണ്. ഇപ്പോഴത്തെ നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർപ്രൈസ് 1-2 വീഡിയോസ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടോമാറ്റിക് ട്രെയിനുകളിൽ ഒന്നാണിത്. ഇത് നമുക്ക് ഡ്രൈവറുടെ സീറ്റിൽ തന്നെയാണ്, ഏറ്റവും മുൻഭാഗത്താണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറി നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഏകദേശം മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയുണ്ട് ഇതിന്. 3 ലൈനുകളിലായിട്ടാണ് പോകുന്നത്. എൻ്റെ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. റെഡ്, ഗ്രീൻ, ഗോൾഡ് എന്നിങ്ങനെ 3 പ്രധാന ലൈനുകളാണ് മെട്രോയ്ക്കുള്ളത്. ഇത് ലുസൈൽ സ്റ്റേഷനിൽ നിന്ന് താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത്. ഇവിടെയാണ് ഉയരത്തിലൂടെ പോകുന്നത്. ഇനി പതുക്കെ ട്രെയിൻ താഴേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വാഹത്ത് അൽ തൈൻ എന്ന പരമ്പരാഗത കൈത്തറി വാസ്തുവിദ്യ ശൈലിയിലാണ് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റേഷനുകൾക്ക് ഒരു കൊട്ടാരത്തിൻ്റെ ഒരു പ്രതീതിയാണ് കൊടുക്കുക. അത്യാധുനിക സ്റ്റേഷനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ 3 തരം യാത്രാ സൗകര്യങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണ്, അണ്ടർഗ്രൗണ്ടിലേക്ക് മാറുകയാണ്. സ്റ്റാൻഡേർഡ് ക്ലാസ്, ഫാമിലി ക്ലാസ്, ഗോൾഡ് ക്ലബ്, ഇങ്ങനെയാണ് 3 ക്ലാസ്സുകൾ. ഇതാ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഏറ്റവും മുമ്പിൽ തന്നെ ഇരിക്കുന്ന ഇങ്ങനെയാണ് അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള യാത്ര കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. സ്റ്റേഷൻ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു വ്യൂ കിട്ടുന്നത്. ഇത് പ്രധാനമായിട്ടും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പരിസ്ഥിതി മലിനീകരണം വളരെ കുറവാണെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പിനായി എത്തിയ ദശലക്ഷക്കണക്കിന് ആരാധകർക്ക് സുഗമമായ യാത്രയൊരുക്കുന്നതിൽ ഈ മെട്രോ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മെട്രോയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലുസൈൽ നഗരത്തിൽ ട്രാം സർവീസും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഖത്തറിലെ പൊതുഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവമാണ് ദോഹ മെട്രോ കൊണ്ടുവന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായും വേഗത്തിലും യാത്ര ചെയ്യാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റേഷനിലെത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് നമുക്ക് ഡ്രൈവറില്ല. അപ്പോൾ ഡ്രൈവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സീറ്റിൽ നമുക്കും യാത്രക്കാർക്ക് ഇരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ച്. ഇതിപ്പോൾ ട്രാക്ക് നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത് റെഡാണ്, അതുകൊണ്ടാണ് അത് റെഡ് ലൈനിൽ സ്ക്രീനിൽ കാണാൻ പറ്റുക. അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂർ 100 കിലോമീറ്റർ സ്പീഡിലാണ്. ഇതിപ്പം ഒരു സ്റ്റേഷനിലേക്ക് എത്തി. ശരിക്കും പിന്നെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു റൂം തുറന്ന് മെട്രോയിലേക്ക് കയറുന്ന ഒരു പോലെയാണ് കേട്ടോ. നമുക്ക് വേറെ ഒന്നും കാണാനില്ല. ഒരു ഡോറിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഫാമിലിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വീണ്ടും ഖത്തറിലെ ബ്യൂട്ടിഫുള്ളായ മറ്റൊരു കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഈസ് അജയ്.